ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സുഖമാണല്ലോ? ശരി, ഇന്ന് നമ്മൾ ഈ പാഠത്തിലെ ഡിമാൻഡ് സെക്ഷനാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു. ഒന്ന് ഇൻഡിഫറൻസ് കർവാണ്, അടുത്തത് ബജറ്റ് ലൈനാണ് അല്ലെങ്കിൽ പ്രൈസ് ലൈനാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻഡിഫറൻസ് കർവും അതേപോലെ തന്നെ ബജറ്റ് ലൈനും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ ഒരു ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, എല്ലാവരും ബോർഡിലേക്ക് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കിക്കോളൂ. ബോർഡിൽ രണ്ട് പാനൽ കാണാം. ഒന്ന് എ എന്ന് പറയുന്ന പാനലാണ്, അടുത്തത് ബി എന്ന് പറയുന്ന പാനലാണ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് എ എന്ന് പറയുന്ന പാനൽ ചർച്ച ചെയ്യാം. ഇവിടെ എക്സ് ആക്സിസിൽ ഓറഞ്ചും വൈ ആക്സിസിൽ ആപ്പിളുമാണ് നാം അളക്കുന്നത്. ഓക്കെ, AB1 എന്ന് പറയുന്ന ഒരു രേഖ ലൈൻ കണ്ടല്ലോ. ഏതായിരിക്കും ഈ രേഖ? അതെ, ബജറ്റ് ലൈനാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണല്ലോ. ഓക്കെ, AB1 എന്ന് പറയുന്നത് കൺസ്യൂമറുടെ ഉപഭോക്താവിൻ്റെ ബജറ്റ് ലൈനാണ്. ഈ കർവോ? അതെ, ഇൻഡിഫറൻസ് കർവാണ്. ഇതേതാണ്? IC1 എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ഇൻഡിഫറൻസ് കർവാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു പോയിന്റ് ഇടാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഈ പോയിന്റിൽ ഞാൻ സി എന്ന് പറയുന്ന പോയിന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് പോയിന്റ് സിയുടെ സവിശേഷത? യെസ്, അത് ഇക്വിലിബ്രിയം പോയിന്റ് ആണ്, അല്ലേ? ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബജറ്റ് ലൈനും അയാൾക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പരമാവധി ലഭ്യമായിട്ടുള്ള അയാളുടെ ഇൻഡിഫറൻസ് കർവും സ്പർശിക്കുന്ന രേഖയായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സംതൃപ്തി പരമാവധിയാകുന്ന ബിന്ദു. എങ്കിൽ ഉറപ്പായിട്ടും സി എന്ന് പറയുന്നത് നമ്മുടെ ഉപഭോക്താവിൻ്റെ ഇപ്പോഴുള്ള സാമ്പത്തിക ചുറ്റുപാട് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന പോയിന്റാണ്. അവിടെ അദ്ദേഹം വാങ്ങിക്കുന്ന ഓറഞ്ചിൻ്റെ അളവ് ഇവിടെ എത്ര കാണിച്ചിരിക്കുന്നു? X1 എന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുന്നു. ഇതിന് നേരെ അയാൾ എന്ത് വാങ്ങിക്കുകയും ചെയ്യും? ആപ്പിള് വാങ്ങിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവിടെയുള്ള ആപ്പിളിൻ്റെ വിലയിൽ യാതൊരു മാറ്റവുമില്ല. ഓറഞ്ചിൻ്റെ വില കുറഞ്ഞു എങ്കിൽ നമ്മോട് പഠിച്ചിട്ടുണ്ട് ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. നോക്കിക്കോളൂ, നമ്മുടെ ബജറ്റ് ലൈൻ ഇവിടെ ഓറഞ്ചിൻ്റെ വില കുറഞ്ഞപ്പോൾ ഇവിടെ ഓറഞ്ചിൻ്റെ വില കുറഞ്ഞപ്പോൾ AB2 എന്ന് പറയുന്ന ഒരു ബജറ്റ് ലൈനായിട്ട് മാറി. ഓറഞ്ചിൻ്റെ വില കുറഞ്ഞപ്പോൾ ഒറിജിനിൽ നിന്നും നമ്മുടെ ബജറ്റ് ലൈൻ അകന്നു. ശരിയല്ലേ? ഓക്കെ, എങ്കിൽ നമ്മുടെ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ വില കുറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നേരത്തെ വാങ്ങിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ വസ്തുക്കൾ വാങ്ങിക്കാനായിട്ട് പറ്റും, ഇല്ലേ? പറ്റുമല്ലോ. എങ്കിൽ അദ്ദേഹത്തിൻ്റെ സംതൃപ്തി നേരത്തേതിനേക്കാൾ കൂടുതലായിട്ട് ലഭിക്കും. ഉറപ്പല്ലേ? എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഉയർന്ന ഇൻഡിഫറൻസ് കർവിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. ശരിയല്ലേ? കാരണം നേരത്തെ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അദ്ദേഹത്തിന് ഓറഞ്ചിൻ്റെ വില കുറഞ്ഞത് കൊണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. ശരിയാണല്ലോ? അങ്ങനെ നോക്കുക, AB2 എന്ന് പറയുന്ന പുതിയ ബജറ്റ് ലൈനിൽ സ്പർശിച്ചു പോകുന്ന ഒരു ഉയർന്ന ഇൻഡിഫറൻസ് കർവാണ് IC2 എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റിൽ ഞാൻ D എന്ന് അടയാളപ്പെടുത്തുന്നു. എങ്കിൽ D എന്ന് പറയുന്ന പോയിന്റ് പുതിയ സാഹചര്യത്തിൽ നമ്മുടെ ഉപഭോക്താവിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിരിക്കും, ഇല്ലേ? D എന്ന് പറയുന്ന പോയിന്റ് പ്രകാരം ഇദ്ദേഹം ഇവിടെ OX2 എമൗണ്ട് ഓഫ് ഓറഞ്ച് വാങ്ങിക്കുന്നു. ഓക്കെ, റൈറ്റ്. ഇവിടെ ഇത്രയും ഭാഗം നമ്മുടെ ആപ്പിളും നമ്മളുടെ കൺസ്യൂമർ വാങ്ങിക്കുന്നുണ്ട്. റൈറ്റ്. ഇനി നോക്കുക, ഓറഞ്ചിൻ്റെ വില വീണ്ടും കുറഞ്ഞു എങ്കിൽ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? വീണ്ടും
ഒറിജിനിൽ നിന്നും അകന്നു മാറും. നോക്കിക്കോളൂ, ഓറഞ്ചിൻ്റെ വില കുറഞ്ഞപ്പോൾ, വീണ്ടും കുറഞ്ഞപ്പോൾ AB3 എന്ന് പറയുന്ന പുതിയ ഒരു ബജറ്റ് ലൈനാണ് നമ്മുടെ കൺസ്യൂമർക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. AB3 ഇതാണ് ഇപ്പോൾ നമ്മുടെ ഉപഭോക്താവിൻ്റെ ബജറ്റ് ലൈൻ. പ്രൈസ് ലൈൻ, ബജറ്റ് ലൈൻ വീണ്ടും അകന്ന് പോയി ഇല്ലേ? ഓറഞ്ചിൻ്റെ വില വീണ്ടും കുറഞ്ഞപ്പോൾ നമ്മുടെ ഉപഭോക്താവിന് നേരത്തെ വാങ്ങിച്ചതിനേക്കാൾ കൂടുതലായിട്ട് സാധനം വാങ്ങിക്കാനായിട്ട് പറ്റുമല്ലോ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ. എങ്കിൽ അദ്ദേഹത്തിൻ്റെ സംതൃപ്തി ഇനിയും ഉയർന്ന തലത്തിലേക്ക് ഉയരും. അതായത് ഉയർന്ന ഒരു ഇൻഡിഫറൻസ് കർവിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാനായിട്ട് പറ്റും. നോക്കിക്കോളൂ, ഏറ്റവും പുതിയ ബജറ്റ് ലൈനായ AB3യെ സ്പർശിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇൻഡിഫറൻസ് കർവ് IC3 കടന്നു പോകുന്നത്. IC3യുടെ ചരിവും പുതിയ ബജറ്റ് ലൈൻ AB3യുടെ ചരിവും തുല്യമാകുന്ന പോയിന്റിന് ഞാൻ E എന്ന് പറയുന്ന പോയിന്റ് ഇടുന്നു. എങ്കിൽ E എന്ന് പറയുന്ന പോയിന്റാണ് നമ്മുടെ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, E എന്ന് പറയുന്ന പോയിന്റിൽ അദ്ദേഹം എത്ര ഓറഞ്ച് വാങ്ങിക്കുന്നുണ്ട്? ഓറഞ്ച് ഇപ്പോൾ OX3 വാങ്ങിച്ചിട്ടുണ്ട്. വില കുറഞ്ഞപ്പോൾ ഓറഞ്ചിൻ്റെ അളവ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്ര അളവിൽ അദ്ദേഹം എന്ത് വാങ്ങിക്കുകയും ചെയ്യും? ആപ്പിള് വാങ്ങിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എന്ന് വിശ്വസിച്ചോട്ടെ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത പാനലിലേക്ക് ശ്രദ്ധിക്കുക. B എന്ന് പറയുന്ന പാനലിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ആപ്പിളും ഇവിടെ ഓറഞ്ചുമാണ് അളക്കുന്നത്, ശ്രദ്ധിച്ചോണം. എന്നാൽ B എന്ന് പറയുന്ന പാനലിൽ ഇവിടെ നമ്മൾ അളക്കുന്നത് പ്രൈസ് ഓഫ് ഓറഞ്ച് ആണ്, ഓറഞ്ചിൻ്റെ വിലയാണ്. ഇവിടെ എന്ത് തന്നെയാണ്? ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച് തന്നെയാണ് അളക്കുന്നത്. ഓക്കെ, വില കുറഞ്ഞപ്പോൾ ഓറഞ്ചിൽ വാങ്ങിച്ചതിൽ എന്ത് മാറ്റമുണ്ടായി എന്നതാണ് നാം ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ, ഇവിടെ X1 C എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ കൺസ്യൂമർ വാങ്ങിക്കുന്ന ഓറഞ്ചിൻ്റെ അളവാണ് എന്ത്? OX1. ഈ OX1ന് നേരെ വരച്ചിരിക്കുന്നത് നോക്കൂ. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച് എത്ര തന്നെയാണ് വാങ്ങിക്കുന്നത്? OX1 തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഓറഞ്ചിൻ്റെ അളവ് തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്നർത്ഥം. ഇവിടെയും നമ്മൾ അളക്കുന്നത് എന്ത് തന്നെയാണ്? ഓറഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഓറഞ്ചിൻ്റെ വില കൂടുതലാണ് ഇവിടെ. അതിനേക്കാളും കുറഞ്ഞപ്പോഴാണ് B2ലേക്ക് മാറിയത്, അതിനേക്കാളും കുറഞ്ഞപ്പോഴാണ് B3യിലേക്ക് മാറിയത്. എങ്കിൽ OX1 വാങ്ങിച്ചിരിക്കുന്ന ഈ ബജറ്റ് ലൈനിൽ അദ്ദേഹത്തിൻ്റെ ഓറഞ്ചിൻ്റെ വില എന്തായിരുന്നു? കുറച്ച് കൂടുതലായിരുന്നു ഇല്ലേ? ഏതിനേക്കാളും? B2വിനേക്കാളും B3യേക്കാളും. എങ്കിൽ ഈ ബജറ്റ് ലൈനിലെ പോയിന്റായ OX1 എമൗണ്ട് ഓഫ് ഓറഞ്ച് വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വില എന്താണ്? സപ്പോസ് ഇത്രയും ഉണ്ടായിരുന്നു എന്ന് വെക്കുക, P1 ഉണ്ടായിരുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ P2 ഉണ്ടായിരുന്നു എന്ന് വെക്കുക, P2. ഓക്കെ, P2 വിലയായിരുന്നപ്പോൾ അദ്ദേഹം എത്ര വാങ്ങിച്ചിട്ടുണ്ട്? ഇവിടെ OX1 ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്നർത്ഥം. റൈറ്റ്, ശരി. ഇവിടെയുള്ള X2 എന്ന് പറയുന്ന പോയിന്റ് നോക്കുക. OX2 ഏതിലാണ്? AB2 എന്ന് പറയുന്ന ബജറ്റ് ലൈനിൽ അദ്ദേഹം D എന്ന് പറയുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയത്തിലായപ്പോൾ അദ്ദേഹം എത്ര ഓറഞ്ച് വാങ്ങിയിരുന്നു? OX2 എമൗണ്ട് ഓഫ് ഓറഞ്ച് അദ്ദേഹം പർച്ചേസ് ചെയ്തിരുന്നു. നോക്കിക്കോളൂ, X2 ഇവിടെ നേരെ പോയിട്ട് കാണിക്കുന്നു. ഇവിടെയുള്ള OX2 തന്നെയാണ് ഇവിടെയുമുള്ള OX2. പക്ഷേ ഇവിടെയുള്ള അത്ര വില ഉണ്ടാവും ഓറഞ്ചിന് ഇവിടെ ഉണ്ടാവില്ല. കാരണം നമ്മളുടെ ബജറ്റ് ലൈൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓറഞ്ചിന് വില എന്തായിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ OX2 എമൗണ്ട് ഓറഞ്ച് വാങ്ങിച്ചപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇത്രയാണെന്ന് വെക്കാം. ഇതിനെ നമുക്ക് P1 വിലയാണ് എന്ന് സങ്കല്പിക്കാം. വില കുറഞ്ഞു, P2വിനെക്കാട്ടും വില കുറഞ്ഞു. ഓക്കെ, വില കുറഞ്ഞപ്പോൾ അദ്ദേഹം എത്ര വാങ്ങിച്ചിട്ടുണ്ട്? OX1ന് പകരം OX2 വാങ്ങിച്ചിട്ടുണ്ട്. ശരി, ഇനി നോക്കിക്കോളൂ, ഇവിടെ ഓറഞ്ചിൻ്റെ വില വീണ്ടും കുറഞ്ഞു. എത്രയായപ്പോൾ?
നമ്മൾ OX3 എമൗണ്ട് വാങ്ങിച്ചപ്പോൾ ഓറഞ്ചിൻ്റെ വില വീണ്ടും കുറഞ്ഞിരുന്നു. OX3ക്ക് തുല്യമായിട്ടുള്ളതാണ് ഇവിടെയുള്ള X3, OX3. അപ്പോൾ വില P1നേക്കാളും കുറവായിരിക്കും. ഇതിന് നമുക്ക് P0 എന്നിടാം. P0ക്ക് അദ്ദേഹം എത്ര വാങ്ങിക്കുന്നുണ്ട്? അതെ, OX3 എമൗണ്ട് ഓഫ് ഓറഞ്ച് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും വളരെയധികം ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ അളക്കുന്നത് എന്താണ്? പ്രൈസ് ഓഫ് ഓറഞ്ച് ആണ്. ഇവിടെയോ ഹൊറിസോണ്ടൽ ആക്സിസിലോ അതെ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച് ആണ്. അപ്പോൾ വിവിധ വിലയ്ക്ക് അദ്ദേഹം വാങ്ങിക്കുന്ന ഓറഞ്ചിൻ്റെ അളവ് നമുക്കിവിടെ കിട്ടി. ഈ പോയിന്റുകളെ ഞാനിവിടെ യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള കർവാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് കർവ് സൂചിപ്പിക്കുന്നത് എന്താണ്? വില P2 ആയിരുന്നപ്പോൾ നമ്മളുടെ കൺസ്യൂമർ OX1 എമൗണ്ട് ഓഫ് ഓറഞ്ച് ആണ് വാങ്ങിക്കുന്നത്. വില P1 ആയി കുറഞ്ഞപ്പോൾ നമ്മുടെ ഉപഭോക്താവ് ഓറഞ്ച് വാങ്ങിക്കുന്നതിൻ്റെ അളവ് OX2 ആയി വർദ്ധിപ്പിച്ചു. X1 X2 വർദ്ധിപ്പിച്ചു. ഓറഞ്ച് വാങ്ങിക്കുന്നതിൻ്റെ അളവ് X1 X2 വർദ്ധിപ്പിച്ചു. ഏത് കാരണം? P2വിൽ നിന്നും P1 ആയി വില കുറഞ്ഞത് കാരണം. ശരിയല്ലേ? ഇനി നോക്കുക, P1ൽ നിന്നും P0 ആയി വില കുറഞ്ഞപ്പോൾ അദ്ദേഹം വാങ്ങിക്കുന്ന ഓറഞ്ചിൻ്റെ അളവ് വീണ്ടും വർദ്ധിപ്പിച്ചു. ഇവിടെ എത്തി. ഇപ്പം എത്ര എത്തി? OX3 എത്തി. അതായത് X2 X3 എന്ന് പറയുന്ന അത്രയും അധികം ഓറഞ്ച് വാങ്ങാൻ കാരണം എന്താണ്? ഓറഞ്ചിൻ്റെ വില P1ൽ നിന്നും എത്രയായി കുറഞ്ഞത് കൊണ്ടാണ്? P0 ആയി കുറഞ്ഞത് കൊണ്ടാണ്. അപ്പം വളരെ സുനിശ്ചിതമായിട്ട് നമുക്ക് പറഞ്ഞൂടെ വില കുറഞ്ഞത് കൊണ്ടാണ് ഇദ്ദേഹം കൂടുതലായി വാങ്ങിയത് എന്ന് അല്ലേ? അപ്പോൾ വിലയും വാങ്ങിച്ച ഓറഞ്ചിൻ്റെ അളവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതെ, പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വില കൂടുമ്പോൾ കുറയുകയും വില കുറഞ്ഞപ്പോൾ കൂടുതലായിട്ട് വാങ്ങിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് വിലയും വാങ്ങിക്കുന്നതിൻ്റെ അളവും, ഓറഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓറഞ്ചിൻ്റെ വിലയും ഓറഞ്ച് വാങ്ങിക്കുന്നതിൻ്റെ അളവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പരസ്പരം വിപരീതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻവേഴ്സായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്പോസിറ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നെഗറ്റീവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവിന് എന്ത് സ്ലോപ്പാണ് ഉള്ളത്? നെഗറ്റീവ് സ്ലോപ്പാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞാൽ ഡിമാൻഡ് എന്താവും? കൂടും. രണ്ടും പരസ്പരം രണ്ട് ധ്രുവങ്ങളിലേക്കാണ് പോകുന്നത്. ഒന്ന് കുറയുകയാണെങ്കിൽ അടുത്തത് കൂടും. ഇവിടെ കുറയുകയാണെങ്കിൽ ഇത് കൂടും. ഓക്കെ, എങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള രണ്ട് വേരിയബിൾ പ്രൈസും അടുത്തത് ക്വാണ്ടിറ്റിയുമാണ്, ഡിമാൻഡുമാണ് അല്ലേ? ഇവ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പരസ്പരം ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വൺ. ഡിമാൻഡ് കർവ് സ്ലോപ്സ് ടുവേർഡ്സ് ദി downward direction from left to right. That means the demand curve slopes negatively. Okay, മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഇപ്പം എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. The shape of the demand curve is a negatively sloping one. It slopes downwards from left to right. ഓക്കെ, ഡിമാൻഡ് കർവ് നെഗറ്റീവായിട്ട് സ്ലോപ്പ് ചെയ്യാനായിട്ടുള്ള കാരണം നമുക്ക് രണ്ട് ഇഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിലും പറയാനായിട്ട് പറ്റും. ദി റീസൺ ഫോർ ദ ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടു ഇഫക്ട്സ്. വൺ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് അഥവാ പ്രതിസ്ഥാപന പ്രഭാവം, ആൻഡ് അതർ ഈസ് ഇൻകം ഇഫക്റ്റ് അഥവാ വരുമാന പ്രഭാവം. ഈ രണ്ട് പ്രഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ രണ്ട് ഇഫക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഉപഭോക്താവിൻ്റെ ചോദനവക്രം എന്തുകൊണ്ടാണ് താഴോട്ട് ചരിഞ്ഞിറങ്ങുന്നത് എന്ന് വിശദീകരിക്കാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പരീക്ഷയ്ക്ക് 1-2 മാർക്കിനൊക്കെ വാട്ട് ഡു യു മീൻ ബൈ ഇൻകം ഇഫക്റ്റ് ഓർ വാട്ട് ഡു യു മീൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, സോ വി വിൽ ഡിസ്കസ് ഫസ്റ്റ് ഓഫ് ഓൾ about the substitution effect, പ്രതിസ്ഥാപന പ്രഭാവം. നമ്മുടെ ഉപഭോക്താവ് ആകെ 2 വസ്തുക്കളല്ലേ വാങ്ങിച്ചുകൊണ്ടിരുന്നത്? ഒന്നെന്തായിരുന്നു? ആപ്പിളാണ്. അടുത്തത് എന്താണ്? ഓറഞ്ചാണ്. അദ്ദേഹത്തിൻ്റെ വരുമാനം മാറിയിട്ടില്ല, ആപ്പിളിൻ്റെ വിലയും മാറിയിട്ടില്ല. ഏതിൽ മാത്രമാണ് വില കുറഞ്ഞിരിക്കുന്നത്? അതെ, ഓറഞ്ചിൻ്റെ വില എന്തായിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപഭോക്താവ് ചിന്തിക്കും, ആപ്പിളിൻ്റെ വില
പഴയത് തന്നെയാണ്. ഓറഞ്ചിൻ്റെ വില എന്തായിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ആപ്പിളിൻ്റെ വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഓറഞ്ചിൻ്റെ വിലയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെ ആപേക്ഷിക വില വർദ്ധിച്ചിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ ആപേക്ഷിക വില കുറഞ്ഞിട്ടുണ്ട്. ആപ്പിളിൻ്റെ റിലേറ്റീവ് പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ റിലേറ്റീവ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിനെ അപേക്ഷിച്ച് ഓറഞ്ചിൻ്റെ വില എന്തായിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. എങ്കിൽ നമ്മുടെ കൺസ്യൂമർ എന്ത് ചെയ്യും? യെസ്, ആപ്പിളിൻ്റെ അളവ് കുറച്ചിട്ട് കൂടുതൽ അളവ് ഓറഞ്ച് വാങ്ങാനായിട്ട് ശ്രമിക്കും, ഇല്ലേ? ആപ്പിളിന് പകരം ഓറഞ്ച് വാങ്ങാനായിട്ട് അദ്ദേഹം ശ്രമിക്കും. ഈ ഇഫക്റ്റിനെയാണ്, ഈ പ്രഭാവത്തെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ചീപ്പർ കമ്മോഡിറ്റി ഫോർ റിലേറ്റീവ്ലി എക്സ്പെൻസീവ് കമ്മോഡിറ്റി ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ആപേക്ഷിക വില ഉയർന്ന വസ്തു കുറച്ചുകൊണ്ട് ആപേക്ഷിക വില താഴ്ന്ന വസ്തു കൂടുതലായിട്ട് വാങ്ങിക്കുന്ന പ്രഭാവത്തെ നമുക്ക് എന്ത് വിളിക്കാം? പ്രതിസ്ഥാപന പ്രഭാവം അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ഇഫക്റ്റ് ആണ്. അതായിരുന്നു ഏത്? ഇൻകം ഇഫക്റ്റ്, വരുമാന പ്രഭാവം. വരുമാന പ്രഭാവം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഉദാഹരണത്തിന്, ഞാനാണ് ഉപഭോക്താവ് എന്ന് വെച്ചോളൂ. എൻ്റെ കൈവശം ആകെ 60 രൂപ ഉണ്ട്. M = ₹60. ഇനി ഞാൻ വാങ്ങിക്കുന്നത് 2 വസ്തുക്കളാണ്, ഓറഞ്ചും ആപ്പിളും. ഓറഞ്ച് P1 = ₹10 ആൻഡ് ആപ്പിൾ P2 = ₹20. ഓക്കെ, ഇനി എൻ്റെ 60 രൂപ ഉപയോഗിച്ച് ഞാൻ 2 ഓറഞ്ച് വാങ്ങിക്കുന്നു. എത്ര രൂപ ചിലവാകും? എനിക്ക് 2 × 10 20 രൂപ ചിലവാകും. കഴിച്ചെത്ര പൈസ ഉണ്ട് എൻ്റെ കൈവശം? 40 രൂപ. 40 രൂപയ്ക്ക് എനിക്ക് 2 ആപ്പിൾ വാങ്ങിക്കാം. അപ്പോൾ 2 ആപ്പിൾ വാങ്ങിച്ചപ്പോൾ 40 രൂപയും ചിലവായി. എൻ്റെ കയ്യിലുള്ള 60 രൂപയും ഇവിടെ ചിലവായി കഴിഞ്ഞു. എൻ്റെ കൈവശമുള്ള വരുമാനം എത്രയാണ്? ₹60 ആണ്. ഓക്കെ, ഇനി എൻ്റെ കൈവശമുള്ള വരുമാനത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആപ്പിളിൻ്റെ വില P2 എത്ര തന്നെയാണ്? 20 തന്നെയാണ്. എന്നാൽ നമ്മുടെ ഓറഞ്ചിൻ്റെ വില P1 10 നിന്നും 5 കുറഞ്ഞു. P1 എത്രയായി? 5 കുറഞ്ഞു. ഓക്കെ, ഞാൻ നേരത്തെ വാങ്ങിച്ചിരിക്കുന്ന ആപ്പിള് 2 എണ്ണം 20 രൂപ നിരക്കിൽ 40 രൂപ ആപ്പിളിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും വില എത്ര തന്നെയാണ്? 20 തന്നെയാണ് ആപ്പിളിൻ്റെ വില. ഇനി നേരത്തെ ഞാൻ 2 ഓറഞ്ച് 10 രൂപ നിരക്കിൽ വാങ്ങിയപ്പോൾ 20 രൂപ ചിലവായിരുന്നു. പക്ഷേ ഇപ്പം വില ഓറഞ്ചിൻ്റെത് എത്രയായി കുറഞ്ഞിട്ടുണ്ട്? 5 കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇരട്ടി വാങ്ങാൻ പറ്റും, ഇല്ലേ? 4 യൂണിറ്റ് ഓറഞ്ച് എനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഏത് നിരക്കിൽ? 5 രൂപ നിരക്കിൽ. എത്ര രൂപ ചിലവാകും? 20 ചിലവാകും. അതായത് 60 രൂപയ്ക്ക് എനിക്കിപ്പോൾ എന്ത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്? 2 യൂണിറ്റ് അധികം ഓറഞ്ച് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, അല്ലേ? എൻ്റെ വരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ 60 രൂപ കൊണ്ട് എനിക്ക് നേരത്തെ വാങ്ങിക്കാൻ പറ്റിയിരുന്ന ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും അളവിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ എനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓറഞ്ച് കൂടുതലായി വാങ്ങിയതാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ എന്തും വാങ്ങിക്കാം, ആപ്പിളിൻ്റെ അളവും വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം. പക്ഷേ നാം ഇവിടെ സ്ഥാപിക്കാനായിട്ട് പോകുന്നത് വില കുറഞ്ഞ വസ്തു കൂടുതലായിട്ട് വാങ്ങും. ഒരു ഉപഭോക്താവ് കൂടുതലായിട്ടും അതിനല്ലേ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ 2 പകരം എത്ര വാങ്ങിക്കുന്നു? വില കുറഞ്ഞപ്പോൾ 10 നിന്ന് 5 കുറഞ്ഞപ്പോൾ 4 വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഉപഭോക്താവ് അതിൻ്റെ ഡിമാൻഡ്, ചോദനം വർദ്ധിപ്പിച്ചതായി നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് 60 രൂപയുടെ പർച്ചേസിംഗ് പവർ, ക്രയശേഷി ഇപ്പോൾ നേരത്തെ വാങ്ങിച്ചതിനേക്കാളും ഉയർന്നിട്ടുണ്ട്, ഇല്ലേ? ഈ പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്തത് കൊണ്ടാണ്. റിയൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രൂപയിൽ മാറ്റമൊന്നുമില്ല കേട്ടോ, 60 തന്നെയാണ്. പക്ഷേ 60 രൂപ കൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന വസ്തുക്കളുടെ അളവ്, അതിനെയാണ് ആ ഒരു പർച്ചേസിംഗ് പവർ ഓഫ് മണി ഈസ് കോൾഡ് റിയൽ ഇൻകം. ഡ്യൂ ടു ദ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് ഓറഞ്ച്, ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഹാസ് ഇൻക്രീസ്ഡ്, സോ ഹി ക്യാൻ പർച്ചേസ് മോർ എമൗണ്ട് ദാൻ ബിഫോർ, ഇല്ലേ?
Usually, the consumer will be purchasing more amount of the commodity whose price has fallen. A change in the quantity demanded as a result of the change in the real income of the consumer caused by a change in the price of a commodity is called income effect. ഉപഭോക്താവിൻ്റെ യഥാർത്ഥ വരുമാനത്തിലുണ്ടായ മാറ്റം മൂലം ഒരു സാധനത്തിൻ്റെ ചോദനത്തിലുണ്ടായ മാറ്റത്തെ നമുക്ക് വരുമാന പ്രഭാവം അഥവാ ഇൻകം ഇഫക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഓറഞ്ച് മാത്രമല്ല, വേണമെങ്കിൽ അയാൾക്ക് എന്തും വാങ്ങിക്കാം, ആപ്പിളും വാങ്ങിക്കാം. പക്ഷേ നമ്മൾ വില കുറഞ്ഞത് കൂടുതലായി വാങ്ങിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഓറഞ്ചിൻ്റെ ഉദാഹരണം എടുത്തത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്കിവിടെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ് അല്ലെങ്കിൽ ചോദന ധർമ്മം എന്താണെന്ന് പരിശോധിക്കാം. ഓക്കെ, ഡിമാൻഡ് ഫംഗ്ഷൻ വിശദീകരിക്കാനായിട്ട് ഞാനൊരു ഇക്വേഷൻ ഇവിടെ എഴുതാനായിട്ട് പോവുകയാണ്. ക്യു ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ആ വസ്തുവിൻ്റെ വില, ഒരു വസ്തുവിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോദനത്തിൻ്റെ അളവിൽ, അതിൻ്റെ ഡിമാൻഡിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവുമല്ലോ. ഒരു വസ്തുവിൻ്റെ വിലയിൽ വർധനവുണ്ടായാൽ നമ്മളത് വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും. ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞാലോ വാങ്ങിക്കുന്ന അളവ് കൂട്ടും. അപ്പം കൂടുതൽ വാങ്ങിക്കണോ കുറവായിട്ട് വാങ്ങിച്ചാൽ മതിയോ എന്നതൊക്കെ അതിൻ്റെ വിലയെ ആശ്രയിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വില നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പ്രൈസ് ഈസ് വൺ ഓഫ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ്. നമ്മുടെ വസ്തുവിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന, നിർണയിക്കുന്ന ഒരു നിർണായക ഘടകമാണ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ആ വസ്തുവിൻ്റെ വില എന്ന് പറഞ്ഞാൽ. ഇനി ഇൻകം ഓഫ് ദി കൺസ്യൂമർ, വൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചാലോ, അതെ, അയാൾ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കും, ചോദനം വർദ്ധിക്കും. വരുമാനം കുറഞ്ഞാലോ, യെസ്, കുറച്ച് മാത്രമേ അദ്ദേഹം വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ ഒരു ഉപഭോക്താവിൻ്റെ വരുമാനവും സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് അനദർ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ്. ശരിയല്ലേ? നൗ നെക്സ്റ്റ് ഈസ് ദാറ്റ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി. നമ്മുടെ വസ്തുവുമായിട്ട് ബന്ധമുള്ള വസ്തുക്കളെയാണ് നമ്മൾ റിലേറ്റഡ് കമ്മോഡിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് കാറ്, പെട്രോള്, ഇത് പരസ്പരം ബന്ധമുള്ള കമ്മോഡിറ്റി ആണല്ലോ. യെസ്. ഓക്കെ, കാറിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ പെട്രോളിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുമോ? കാറിൻ്റെ വില ഒരുപാട് കൂടി എങ്കിൽ പെട്രോളിൻ്റെ വിലയെ സ്വാധീനിക്കുമോ? ഉണ്ട്, ഇല്ലേ? യെസ്. കാറിൻ്റെ വില ഒരുപാട് കുറഞ്ഞു എങ്കിലോ പെട്രോളിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുമോ? യെസ്. കാറിൻ്റെ വില ഒരുപാട് കുറഞ്ഞാൽ കൺസ്യൂമർ ഒരുപാട് എന്ത് വാങ്ങിക്കും? യെസ്, കാറ് വാങ്ങിക്കും. അങ്ങനെ കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെട്രോളിൻ്റെ ഡിമാൻഡ് എന്താവും? വർദ്ധിക്കും. അപ്പോൾ റിലേറ്റഡ് കമ്മോഡിറ്റിയിലുണ്ടായ വിലയിലെ മാറ്റം നമ്മുടെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്, ഉണ്ടല്ലേ? എങ്കിൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ഈസ് അനദർ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ വിശദീകരിക്കാം. ഓക്കെ, നൗ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, ഒരു ഉപഭോക്താവിൻ്റെ അഭിരുചി, താല്പര്യം, അത് ഒരു വസ്തുവിൻ്റെ ചോദനത്തെ, ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വസ്തുവിനോടുള്ള ഒരു ഉപഭോക്താവിൻ്റെ താല്പര്യം കൂടുതലാണ് എങ്കിൽ അതിനോടുള്ള ഡിമാൻഡ് കൂടുതലായിരിക്കും. ഒരു വസ്തുവിനോടുള്ള ഒരു ഉപഭോക്താവിൻ്റെ താല്പര്യം വളരെ കുറവാണ് എങ്കിൽ, ഒരു വസ്തുവിനോടുള്ള ഒരു ഉപഭോക്താവിൻ്റെ പ്രിഫറൻസ്, ടേസ്റ്റ് വളരെ മോശമാണ്, കുറവാണ് എങ്കിൽ അദ്ദേഹം അത് വളരെ കുറച്ചേ വാങ്ങിക്കുള്ളൂ. സോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ഈസ് ആൾസോ അനദർ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ്. ശരിയല്ലേ? വെൽ, എ റെപ്രസെൻറ്റ് ഓൾ അതർ തിങ്സ് സച്ച് എസ് advertisement and so on. For example,
ഒരു വസ്തുവിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വളരെ മികച്ചതാണ് എങ്കിൽ അതിന് ഡിമാൻഡ് എന്താകും? അതെ, വർദ്ധിക്കും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി നോക്കുക, നമ്മുടെ ഇക്വേഷൻ്റെ ഈസിക്കൽറ്റുവിൻ്റെ ഇടത് ഭാഗത്ത് ഡിമാൻഡും വലത് ഭാഗത്ത് ഈ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന നിർണ്ണയിക്കുന്ന ഘടകങ്ങളുമാണ്. ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ അഥവാ ചോദന ധർമ്മം എന്ന് പറയുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ ഡിമാൻഡ് ഫംഗ്ഷൻ? ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഈസ് കോൾഡ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡും ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ അഥവാ ചോദന ധർമ്മം എന്ന് പറയാം. ഓക്കെ, എന്താ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്രൈസ് മാത്രം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവും. ഇവിടെ ഇൻകത്തിൽ മാത്രം മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവും. ഇവിടെയുള്ള എല്ലാ ഡിറ്റർമിനൻസിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും എവിടെ മാറ്റം ഉണ്ടാവും? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഉദാഹരണത്തിന് പറയുകയാണ്, പ്രൈസിൽ 10% വർദ്ധിച്ചു. ഇവിടെ 10% കുറയണമെന്നുണ്ടോ? ഇല്ല. 10% വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രൊപ്പോർഷണൽ ആയിട്ടില്ല. 10% ഇവിടെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 10% തന്നെ ഇവിടെ കുറയണമെന്നൊന്നും ഇല്ല, മാറ്റം ഉണ്ടാവും. ഇവിടെ ഇൻകം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാറ്റം ഉണ്ടാവും. ഇവിടെ ഇൻകം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാറ്റം ഉണ്ടാകും. ഇവിടെയുള്ള എല്ലാ ഡിറ്റർമിനൻസിലും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെയും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പരസ്പര ബന്ധമാണ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ്റെ ഇടത് ഭാഗം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, വലത് ഭാഗം ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ആണ്. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഡിറ്റർമിനൻ്റ് ആണ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. പ്രൈസ് ഒഴികെയുള്ള എല്ലാ ഡിറ്റർമിനൻ്റെയും, അതായത് വൈ, പി ആർ, ടി ആൻഡ് എ, എല്ലാ ഡിറ്റർമിനൻസും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഓൾ അതർ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് റിമെയിൻസ് ദി സെയിം. ഇതാണ് നമ്മൾ ഇക്കണോമിക്സിൽ സെട്രിസ് പാരിബസ് എന്നൊക്കെ വിളിക്കുന്നത്. ലാറ്റിനിലെ ഒരു ഫ്രേസാണ് എന്ത്? സെട്രിസ് പാരിബസ്. ഇക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണല്ലോ, ഇക്കണോമിക്സിൻ്റെ ചില ടേംസുകളൊക്കെ നിങ്ങൾ പരിചയപ്പെടണം. സെട്രിസ് പാരിബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ തിങ്സ് റിമെയിൻസ് ദി സെയിം, മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ല എന്ന്. ഇവിടെ പ്രൈസ് എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റിൽ മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. ഓൾ അതർ തിങ്സ് റിമെയിൻസ് ദി സെയിം. ഓക്കെ, സെട്രിസ് പാരിബസ്. ഇഫ് ദ പ്രൈസ് ഇൻക്രീസസ്, വില വർദ്ധിക്കുകയാണെങ്കിൽ, വില മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, സെയിം ആണ്, മാറ്റമില്ല. ഇഫ് പ്രൈസ് എലോൺ ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ഡിക്രീസ്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ചും. ഇത് മറ്റൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. വൈസ് വേഴ്സ, നേരെ മറിച്ചും എന്ന് പറഞ്ഞാൽ എന്താണ്? വില കുറയുകയാണെങ്കിൽ ഡിമാൻഡ് വർദ്ധിക്കും. ഇതിനെയാണ് നമ്മൾ ലളിതമായിട്ട് എന്ത് വിളിക്കുന്നത്? ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതെങ്കിൽ, അതർ തിങ്സ് റിമെയിൻസ് ദ സെയിം, മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലാതിരിക്കെ. വെൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസസ്, ഒരു വസ്തുവിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ, ദ ഡിമാൻഡ് ഫോർ ഇറ്റ് ഡിക്രീസസ്, അതിൻ്റെ ഡിമാൻഡ്, ചോദനം എന്താകുന്നു? കുറയുന്നു. ആൻഡ് വൈസ് വേഴ്സ, നേരെ മറിച്ചും എന്ന് പറഞ്ഞാൽ, ഇഫ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഡിക്രീസസ്, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഇറ്റ് ഇൻക്രീസസ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് ഡിമാൻഡ്. വിലയും ചോദനവും തമ്മിലുള്ള പരസ്പര വിപരീത ബന്ധത്തെ നമുക്ക് ചോദന നിയമം എന്നതുകൊണ്ട് സൂചിപ്പിക്കാം, അർത്ഥമാക്കാം. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും പലവട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. 2 മാർക്കിനൊക്കെ അത് ചോദിച്ചേക്കാം. ഇത്രയും നേരം വളരെ ശ്രദ്ധയോട് കേട്ടിരുന്ന നിങ്ങൾക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.